തെരുവുനായ ശല്യം ഓരോ നാളും കൂടി വരികയാണ്. തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നു. സർക്കാരിനും സമൂഹത്തിനുമൊന്നും ഈ വിപത്ത് തടയാൻ കഴിയാത്ത സ്ഥിതിയാണിപ്പോൾ. ഇങ്ങനെയൊരവസ്ഥയിൽ 20ഓളം തെരുവുനായ്ക്കളെ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി ഭക്ഷണം നൽകി വീട്ടിൽ സംരക്ഷിക്കുകയാണ് ഒരാൾ. ചെർപ്പശ്ശേരിയിൽ നിന്നാണ് ഈ കാഴ്ച. അല്ലോ പറന്നു വരുന്നു, ഒന്ന് ചൂടടിച്ച പറന്നു വന്നോളൂ കേട്ടോ. ഡേ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കയറി വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടോ, ഇങ്ങോട്ട് വാടോ, ഇങ്ങോട്ട് കയറി വാ. അവിടെ വന്നു പൊങ്ങി നിൽക്കും, റോട്ടോന്ന് പൊങ്ങി നിൽക്കും. അങ്ങനെ നിൽക്കും, നേരെ നിൽക്കേ. ഞാൻ പറ്റും വാ, വന്നേ, കയറി വാ, ഇങ്ങോട്ട് കയറി വാ. ഇത് 74-കാരനായ ഡൊമിനിക്. സ്വദേശം കോട്ടയമാണെങ്കിലും 40 വർഷത്തിലധികമായി ചെർപ്പശ്ശേരിയിലാണ് സ്ഥിരതാമസം. ഡൊമിനിക്കിന് വീട്ടിൽ കൂട്ട് ഇപ്പോൾ തെരുവുനായ്ക്കളാണ്. ഒന്നും രണ്ടുമല്ല, 20ഓളം തെരുവുനായ്ക്കളുണ്ട് ഈ കുഞ്ഞു വീട്ടിൽ. ഇതുകൂടാതെ അതിഥികളായി വേറെയും തെരുവുനായ്ക്കൾ വന്നുപോകും. ഇവയുടെയെല്ലാം സംരക്ഷകനാണ് ഡൊമിനിക് ഇപ്പോൾ. ഭക്ഷണം നൽകുന്നതും പരിപാലിക്കുന്നതും ഡൊമിനിക് തന്നെ. ചിലത് കൂട്ടിലാണെങ്കിൽ മറ്റു ചിലത് മുറ്റത്തും തൊടിയിലും പരിസരത്തുമായി ഉണ്ടാകും. അപരിചിതരെ കാണുമ്പോൾ അല്പം ശൗര്യക്കാരാണ് ഇവരെങ്കിലും ആരെയും ഉപദ്രവിക്കാറില്ലെന്ന് ഡൊമിനിക് പറയുന്നു. പലപ്പോഴായി ഭക്ഷണം തേടി വന്നവരാണ് ഇവരിൽ പലരും. പിന്നീട് ഇവിടെ സ്ഥിരവാസക്കാരായി. വീട്ടിൽ തന്നെ പ്രസവിച്ച് വളർന്നവരും വളരുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. 10 വർഷത്തോളമായി ഡൊമിനിക്കിന്റെ ഒപ്പം കൂട്ടുകൂടിയവരാണ് ചിലർ. വീട്ടിലെ ഒരംഗത്തെപ്പോലെ തന്നെയാണ് ഇവരെല്ലാം ഡൊമിനിക്കിന്. താൻ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഇവയ്ക്കെല്ലാം ഭക്ഷണവും വെള്ളവും നൽകുമെന്ന് ഡൊമിനിക് പറയുന്നു. അവർ വരുമ്പോൾ നമ്മൾ ഈ വിഷമം കണ്ട് ഇങ്ങനെ പിന്നാലെ, ഇവർക്ക് മനുഷ്യനെ സ്നേഹം അറിയാവുന്നതുകൊണ്ട്, മനുഷ്യനെ കണ്ടാൽ അറിയാവുന്നതുകൊണ്ട് അവർ നമ്മളെ കാണുമ്പോൾ ഓടി ഇങ്ങനെ വരിക. അപ്പം ഞാൻ കയ്യിൽ ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കും, എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും കിട്ടുന്ന ഭക്ഷണം മേടിച്ച് കൊടുക്കും. അവർക്കൊരു നേരം ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നമുക്കൊന്നും കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ ജീവികൾക്കും വയസ്സായ ആൾക്കാർക്കും ഒക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുക. ഇതിപ്പോൾ ഒരു 8-10 കൊല്ലമായിട്ട് ഇവരോട് ഭയങ്കര സ്നേഹം തന്നെയാണ്. അതുപോലെ റോഡ് സൈഡിൽ ഭിക്ഷയ്ക്കിരിക്കുന്ന 70-80 വയസ്സായ ആൾക്കാരോട് അവർക്കൊക്കെ ഒരു ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു നേരം ഒന്നും കഴിക്കണമെന്നില്ല. അങ്ങനെയാണത്. ഭക്ഷണം കൊടുക്കാൻ നല്ല ചിലവുണ്ട്. ഭക്ഷണം കൊടുക്കാൻ ചിലവ് വരും. എന്താ ചെയ്യുക, കൊടുക്കാതിരിക്കാൻ. ഇവരെ ഭക്ഷണം കൊടുക്കാതെ ഇരിക്കുന്നത് എങ്ങനെയാണ്? ബുദ്ധിമുട്ടി വിഷമിച്ച് നടക്കുമ്പോൾ ഇവർക്ക് വിഷമമില്ല, അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു. നമ്മൾ കഴിച്ചില്ലെങ്കിൽ ഒരു നേരം അവർക്ക് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇവർ ഇപ്പോൾ റോഡിൽ ഇറങ്ങിയാലും എന്നെ കണ്ടാൽ ഓടി വരുന്ന നായ്ക്കളെ. ഇവർക്കറിയാം ഈ മനുഷ്യൻ ഇങ്ങനെയാണ്, എന്നെ തിന്നാനൊക്കെ തരുന്ന ആൾക്കാരാണെന്നുള്ളത് അവർക്ക് അറിയാൻ കഴിവുണ്ട്. മനുഷ്യനെക്കാട്ടി കഴിവുണ്ട് മൃഗങ്ങൾക്ക്. അതാണ് ഇവർ നമ്മളെ കണ്ടാൽ ഓടി വരുന്നത്. ഒരാളുടെ നേരെ കുരയ്ക്കുക പോലും ഇല്ലല്ലോ, ആരുടെ നേരെ. ഇവിടെ ഈ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ മാത്രമേ ഉള്ളൂ. അത് ആരൊക്കെ ഈ റോഡേ പോകണ്ട, വഴിയോ പോകണ്ട, വരുന്നവർ പോലെ ഒന്നും കുരയ്ക്കില്ല. ഇങ്ങോട്ട് വന്നാൽ കുരയ്ക്കും. വീടിൻ്റെ മുന്നിൽ വന്നാൽ ഗേറ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നൊന്ന് കുരയ്ക്കും. അവർക്ക് അറിയണ്ടേ ഒരാൾ വന്നു നമ്മളെ അറിയിക്കാൻ കുരയ്ക്കുന്നതാവും. അത്രേ ഉള്ളൂ. എല്ലാ മൃഗങ്ങളെയും നമുക്ക് സ്നേഹം. തെരുവുനായ്ക്കളെ കൂടാതെ പൂച്ചകളും ആടുമുണ്ട് വീട്ടിൽ. അണ്ണാനും കിളികളുമെല്ലാം അതിഥികളുമായും എത്തും. എല്ലാവർക്കും ഡൊമിനിക് ഭക്ഷണം കൊടുക്കും. ഈ ഭൂമിയിൽ മനുഷ്യനെപ്പോലെ ജീവിക്കാൻ അവകാശപ്പെട്ടവരാണ് ഇവരെല്ലാമെന്നാണ് ഡൊമിനിക്കിന്റെ പക്ഷം. തെരുവുനായ്ക്കളുടെ ശല്യം കൂടി വരുന്നതും അവ ഉപദ്രവകാരികളായി മാറുന്നതും വലിയ സാമൂഹ്യ പ്രശ്നമായി മാറിയിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഡൊമിനിക്കിന്റെ മറുപടി ഇങ്ങനെ: സർക്കാർ തന്നെ തെരുവുനായ്ക്കളെ വളർത്താനൊരു സംവിധാനമല്ലേ ഉണ്ടാക്കേണ്ടത്. ഭക്ഷണം കൊടുത്ത് അവനെ ജീവിപ്പിക്കുക. ഇത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ മരിച്ചു പോയില്ലേ.
പെരുകാതെ ഇണചേരാതെയൊക്കെ ഒരു നിയന്ത്രണമായിട്ട് വളർത്തിയേക്കാം, ഒരു കുഴപ്പമില്ലല്ലോ. ഈ നായ്ക്കളെ വന്ധ്യംകരണം നടത്തുന്നത് മുഴുവൻ നായ്ക്കളെ വന്ധ്യംകരണം നടത്തുകയാണെങ്കിൽ പ്രശ്നം തീർന്നില്ല, പിന്നെ അധികം പെരുകില്ലല്ലോ. അപ്പോൾ കാലക്രമേണ കുറഞ്ഞു കിട്ടും. അത് ഈ ഭക്ഷണം കിട്ടാതെ വന്നിട്ടും ആകെ ദേഷ്യം വന്നിട്ടുമൊക്കെയാണ് ഈ അക്രമാസക്തർ. ഭക്ഷണം കിട്ടുന്നവരിവിടെ 10-20 നായ്ക്കളുണ്ട് ഈ റോഡിൽ. ഒരു മനുഷ്യൻ്റെ നേരെ കുരയ്ക്കുകയോ ഒരാളെ കടിക്കുകയോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഒരാളുടെ നേരെ കുരച്ചോണ്ട് പോലും ചെല്ലില്ല നായി. അപ്പം മനുഷ്യനോട് സ്നേഹം ഉണ്ടായിട്ട് ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ട് ആ പുതുപരിഹാരത്തൊക്കെ എല്ലാവരും എറിഞ്ഞു ഓടിക്കുന്നിടത്ത് 5-8 കുട്ടികളെ കടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മനുഷ്യൻ്റെ നേരെ കുരയ്ക്കുക പോലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മാത്രമല്ല, 5-6 പെണ്ണുങ്ങളിലെ പോകുന്നവരൊക്കെ ബാഗിൻ്റെ അകത്തുനിന്ന് ഓരോ പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ട് കൊടുക്കും. പിന്നെ ഈ കടയിൽ വരുന്ന എന്നെ കൂടാതെ 3-4 പേര് തന്നെ തീറ്റ വാങ്ങിക്കൊടുക്കുന്നവരുണ്ട്, ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊടുക്കുന്ന വേറെ ആൾക്കാരുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ എല്ലാം ജോലികൾ ചെയ്തു വന്നിരുന്ന ഒരു എ ക്ലാസ് കോൺട്രാക്ടറായിരുന്നു മുമ്പ് ഡൊമിനിക്. ഇപ്പോൾ ചെർപ്പളശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ പ്ലാന്റ് ഓപ്പറേറ്ററാണ്. മറ്റു വരുമാനമൊന്നുമില്ലെങ്കിലും ഇപ്പോൾ ഇവയെയെല്ലാം നോക്കാൻ കൂടിയുള്ള വക കണ്ടെത്തണം. എങ്കിലും കൈയൊഴിയാൻ വയ്യ. ചിലരൊക്കെ വീട്ടിൽ വന്ന് നായ്ക്കളെ കൊണ്ടുപോകാറുണ്ട്. ആർക്കു വേണമെങ്കിലും വെറുതെ കൊടുക്കും. ഒറ്റ നിബന്ധന മാത്രം, നല്ലവണ്ണം നോക്കണം. വീട്ടിൽ ഭാര്യയും ഒരു മകളുമാണ് ഡൊമിനിക്കിനുള്ളത്. മൃഗസ്നേഹം കാരണം മാംസഭക്ഷണമൊന്നും ഡൊമിനിക്ക് കഴിക്കില്ല. തനിക്കാവുന്ന കാലം ഇവയെയെല്ലാം സംരക്ഷിക്കും. ആ സ്നേഹത്തിനും സംതൃപ്തിക്കും വിലയിടാൻ ഡൊമിനിക് തയ്യാറല്ല. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. Niva Gold, Diamonds and Platinum, Cherpalasheri and Ottapalam.